ഹലോ ഫ്രണ്ട്സ്, ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. എനിക്ക് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ്. ഇന്ന് ഞാനിപ്പോൾ പതുക്കെ അടുക്കളയിൽ ഒന്ന് കയറിയിട്ടുണ്ട്. ചെറിയൊരു കറി വയ്ക്കാനായിട്ടോ. നമ്മുടെ മസൂർ ദാളില്ലേ, അത് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെന്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പച്ചമുളകും കരിവേപ്പിലയും ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുണ്ട് അതിനകത്തേക്ക്. നമ്മളിത് ഇരുമ്പമ്പുളി എന്ന് പറയും, വിലുമ്പമ്പുളി എന്ന് ചിലർ പറയും. ഞങ്ങളൊക്കെ ഇരുമ്പമ്പുളി എന്നാണ് പറയുക. ഈ പുളി ഇട്ട് കറി വയ്ക്കാനാണ് പോകുന്നത്, തേങ്ങ അരച്ചിട്ട്. ഇതിന് വലിയ പുളി ഇല്ല കേട്ടോ, ഇവിടെ പുളി തീരെ കുറവ് മതി. അപ്പോൾ അതുകൊണ്ട് അത്രയും പുളിയേ ഞാൻ എടുത്തുള്ളൂ. ഇത് ചാളക്കകത്തൊക്കെ ഇട്ട് വയ്ക്കാൻ, മത്തിക്കകത്തൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു 6 ഉണക്കമുളകും, ഒരു ഉള്ളി, ഒരു കരിവേപ്പിലയും, കുറച്ച് തേങ്ങയും. എന്ന് വെച്ചാൽ അരമുറി തേങ്ങയൊന്നുമില്ല, അതിൻ്റെ പകുതിയേ ഉള്ളൂ. കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ പരിപ്പിൽ മഞ്ഞളിട്ടു എന്ന് പറഞ്ഞ്, പക്ഷെ മഞ്ഞളിടാൻ ഞാൻ മറന്നുപോയായിരുന്നു. അതിൻ്റെ നിറം കാണുമ്പോൾ നമുക്ക് തോന്നും മഞ്ഞളിട്ടിട്ടുണ്ടെന്ന്. ഞാൻ മറന്നുപോയായിരുന്നു. ഒന്നാമത്തെ എനിക്ക് നിന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി നേരം നിൽക്കരുതെന്ന്. നട്ടെല്ലിൻ്റെ ഓപ്പറേഷനാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുളി അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. പുളി ഇട്ട് കഴിഞ്ഞാൽ പുളി ഒന്ന് വേവട്ടെ, നന്നായിട്ടൊന്ന് വേവട്ടെ. അത് വെന്ത് അതിനകത്തേക്കൊന്ന് ഉടഞ്ഞോട്ടെ. പുളിയൊക്കെ നല്ലോണം വെന്തൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കടുക് വറുത്തിട്ടാൽ മതി. അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം. ഇത് ചെമ്മീനിട്ടും കറി വയ്ക്കാം കേട്ടോ. ചെറിയ ചെമ്മീനുണ്ട്, ആ ചെമ്മീനിട്ടിട്ടും ഇത് കറി വയ്ക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ചെമ്മീനിട്ട് കറി വയ്ക്കാനായിട്ട് ചെമ്മീൻ ഞാനിവിടെ കിള്ളി പറ്റിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. ലൈറ്റൊന്നും തെളിയുന്നില്ല. എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നും എനിക്കറിയില്ല. അല്ല, ഫോണിൻ്റെ കംപ്ലൈൻ്റ് അല്ല, ക്യാമറ എവിടെയോ പോയതാണ്. അപ്പോൾ നമ്മൾ പരിപ്പിനകത്തേക്ക് അരപ്പൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിളക്കണ്ട, ഒരുപാട് തിളക്കണ്ട. അങ്ങനെ ഒന്ന് മെല്ലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കടുക് വറുത്തിടാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കടുക് ഇട്ട് കൊടുത്തു. കടുകിട്ട് ചെറിയ ഉള്ളി, ഉണക്കമുളകും കരിവേപ്പിലയും കൂടിയാണ്, കടുകും കൂടിയാണ് മൂപ്പിച്ചൊഴിച്ചത്. നല്ലൊരു കറിയാട്ടോ. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞാൻ ഒരുപാട് നാൾ കൂടി വീഡിയോ ഇടുന്നതാണ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ.